ADHD എന്ന രോഗം നോക്കുക, ചികിത്സിക്കുന്നില്ലെങ്കിൽ അവർക്കൊരു ഡ്രഗ് അഡിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു. അവർ ജോബിലും ലൈഫിലും ഫെയിലിയർ ആകാനുള്ള സാധ്യത കൂടുന്നു. റിലേഷൻഷിപ്പ് ഭയങ്കര മോശമാകുന്നു. അങ്ങനെ അതായത് ജനറൽ ക്വാളിറ്റി ഓഫ് ക്വാളിറ്റിയും ലൈഫ് സാറ്റിസ്ഫാക്ഷനും അതിഭയങ്കരമായിട്ട് കുറയും. കുട്ടിക്ക് ഒരു സ്വഭാവ വ്യത്യാസങ്ങൾ കാണുമ്പോൾ ഇത് വളർത്തുദോഷമാണ്. അതെ, അത് വളരെയധികം പ്രത്യേകിച്ച് അമ്മമാർക്ക് കിട്ടുന്ന എന്നുവെച്ചാൽ വലിയൊരു അവയർനെസ് ഇല്ലാത്ത ഫാമിലിയിലൊക്കെ വളർത്തുദോഷമാണ്, നിന്റെ കുഴപ്പമാണ് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഇവർക്ക് ഈ ഒരു ക്രിറ്റിസിസം, കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു കുറ്റപ്പെടുത്തൽ, ഇവർക്ക് അറിയുന്നില്ല എന്താ സംഭവിക്കുന്നത്, കുട്ടീനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന അവരെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. പേരൻസ് പറയും അവന് കൂട്ടുകാർ മതിയാവും, കൂട്ടുകാർ പറയുന്ന മാത്രമേ അവൻ ചെയ്യുള്ളൂ. ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. ഈ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാവോ, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണോ, അതുകൊണ്ട് കുട്ടികൾക്ക് സൈഡ് ഇഫക്ട്സ് ഉണ്ടാവുമോ? വീട്ടിലെ വികൃതിക്കാരൻ, സ്കൂളിൽ തല്ലുകൊള്ളി, നാട്ടിലിറങ്ങിയ ഒന്നിനും കൊള്ളാത്തവൻ, ഇങ്ങനെ പലതരം പേരുദോഷങ്ങൾ കേൾക്കുന്ന ആളുകൾ നമുക്കിടയിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവാം, ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവാം. ഒരു പക്ഷേ അവർക്ക് ADHD ആണെങ്കിലോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? ഞാൻ അലീന, എനിക്കൊപ്പമുള്ളത് ഡോക്ടർ ജോൺ, ഡോക്ടർ നമിത, സൈക്കോളജിസ്റ്റ് ഗാന. നമുക്ക് അല്പസമയം ADHDനെ കുറിച്ച് സംസാരിക്കാം. അതുപോലെ ഇവർക്ക് ഈ OCD, ബൈപ്പോളർ അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ ഇതേ കുട്ടികൾക്ക് തന്നെ, ADHD കുട്ടിക്കാലത്ത് ഡയഗ്നോസ് ചെയ്ത ആൾക്കാർക്ക് അഡൽട്ട് ആകുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയൊരു കണക്ഷനില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, ഇത് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. അതായത് ബ്രെയിനിൻ്റെ വികാസത്തിന് സംഭവിക്കുന്ന പോരായ്മകൾ കൊണ്ടോ വ്യതിയാനങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന രോഗം. നമ്മൾ സൈക്യാട്രി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാം, അത് സ്കിസോഫ്രീനിയ ആണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും ആങ്സൈറ്റി ആണെങ്കിലും എല്ലാം ബ്രെയിനിൻ്റെ രോഗമാണ് എന്ന രീതിയിലാണ് മോഡേൺ സയൻസ് കാണുന്നത്. അപ്പം ഒരു ബ്രെയിനിൽ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലങ്ങളുണ്ടായാൽ അത് ഏത് ഏരിയയിലാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്, ഏത് രീതിയിലുള്ള കോമ്പിനേഷനാണ് വരുന്നത് എന്നനുസരിച്ച് ഈ ചിലപ്പം 2-3 രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഒരുമിച്ച് കാണപ്പെടാം. അതാണ് ഡോക്ടറും പറഞ്ഞത്. പഠനവൈകല്യങ്ങളും അത് ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇഷ്യൂ ആണ്. ADHDയും ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഇഷ്യൂ ആണ്. ഓട്ടിസവും ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഇഷ്യൂ ആണ്. അപ്പം ഈ കോമോബിഡിറ്റി എന്ന് പറയും, രണ്ടും കൂടെ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നത്. പല സമയത്തും നമ്മൾ ADHD എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ചിലപ്പോൾ അവസാനം പഠനവൈകല്യം എന്നുള്ള ഡയഗ്നോസിൽ മാറും. കാരണം പഠനവൈകല്യത്തിൽ ഉള്ള ബോറടി, സ്കൂളിലുള്ള ബുദ്ധിമുട്ട് അത് ഇന്നറ്റൻഷനും ഹൈപ്പർ ആക്ടിവിറ്റിയും ഇറിറ്റബിലിറ്റിയും ഒക്കെ ആക്കി കാണിക്കുന്നത് നമ്മൾ ADHD ഡയഗ്നോസിസാണ്. പലപ്പോഴും അത് എന്ന് വെച്ചാൽ പഠനവൈകല്യം ഒരു സൈഡിൽ ADHD രണ്ടും ഒരുമിച്ചും വരാം. അപ്പോൾ പലപ്പോഴും ADHD ഉള്ള സമയത്ത് അക്കാഡമിക്സിനെ അത് ബാധിക്കാറുണ്ട്. കാരണം നമ്മൾ ശ്രദ്ധയില്ലാതെ വരുമ്പം വായിക്കാനുള്ള ക്ഷമയില്ലായ്ക, വായിച്ചാൽ കോംപ്രിഹെൻഷൻ, നമ്മൾ എന്താ വായിക്കുന്നതെന്ന് നമുക്ക് അങ്ങോട്ട് കിട്ടണമല്ലോ, അതിനൊരു ശ്രദ്ധ നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ ശ്രദ്ധ കിട്ടാതിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ രജിസ്റ്റർ ആവാതിരിക്കുകയും പിന്നെ നമ്മൾ അത് ആൻസർ ചെയ്യുകയോ എഴുതുകയോ ചെയ്യുന്ന സമയത്ത് ഈ കണ്ടൻറ്റ് നമുക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ചിലപ്പം ബാധിക്കാറുണ്ട്. പിന്നെ ഇത് ടെസ്റ്റ് ടേക്കിങ്, നമ്മൾ പഠിച്ചാലും നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്നൊക്കെ കാര്യങ്ങൾ നമ്മൾ കേട്ട് മനസ്സിലാക്കിയാലും നമുക്കിത് നമ്മുടെ സിസ്റ്റം എഴുതിയാണല്ലോ നമ്മൾ ഫലിപ്പിക്കേണ്ടത്. എക്സാമിലാണല്ലോ നമ്മളൊരു കുട്ടീനെ നമ്മൾ വാല്യൂ ചെയ്യുന്നത്. അപ്പം എക്സാമിലെ പെർഫോമൻസ് ആണ്, അതിലെ മാർക്സ് ആണ് ഒരു കുട്ടിയുടെ വർത്ത്, അല്ലെങ്കിൽ അതാണ് കുട്ടിയുടെ പെർഫോമൻസ് എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഈ ക്ഷമയില്ലാത്തൊരു പ്രശ്നം വരുമ്പം ഒരു കാര്യം മനസ്സിലാകുന്ന രീതിയിൽ കൃത്യമായി എഴുതി വെക്കാൻ ഒരു സമയവും ക്ഷമയും വേണം. അതിനുള്ളൊരു ബുദ്ധിമുട്ട് പഠനത്തെ അല്ലെങ്കിൽ പെർഫോമൻസിനെ ബാധിക്കാം. അവർ ചിലപ്പോൾ 1-2 വാക്കുകളിൽ എഴുതി വയ്ക്കുക, ഇത് പെട്ടെന്ന് ബോറടിക്കുന്നത് കൊണ്ട് തന്നെ ബാക്കി കുറച്ചെണ്ണം വിട്ടുകളയുക. ഇമ്പൾസിവിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, എടുത്തു ചാടി ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കുന്നതിന് മുമ്പ് തന്നെ അതാണ് ആൻസർ എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. പിന്നെ ഒരു 2-3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം ഹോളിൽ ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് 1.5 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് തന്നെ വേഗം തീർത്ത് വെച്ചിട്ട് എഴുന്നേറ്റ് പോകും. അപ്പോൾ അതൊക്കെ പെർഫോമൻസിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ ADHD ലേണിംഗ് ഡിസോർഡർ ആയിട്ടും ലേണിംഗ് ഡിസോർഡർ ADHD ആയിട്ടും ഒക്കെ ഉള്ള ഒരു അങ്ങനെ അതെ. അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ നമ്മൾ കുട്ടീനെ ഒബ്സർവ് ചെയ്യുന്നത്. പിന്നെ പാരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള
റിപ്പോർട്ട്സ്, എങ്ങനെയാണ് കുട്ടിയുടെ പ്രശ്നങ്ങൾ, ഡെവലപ്മെൻറ്റ്സ് ഉള്ളതെന്ന്, പിന്നെ അതേപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട്, അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ഒബ്സർവേഷൻ പ്ലസ് നമ്മുടെ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്സ് കുറച്ച് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിച്ചിട്ടാണ് നമ്മൾ ഒരു ഡയഗ്നോസിസിലേക്ക് എത്തുന്നത്. കൃത്യമായിട്ട് ഒരു റിപ്പോർട്ട് കൊണ്ട് മാത്രം ഇപ്പം ഡോക്ടേഴ്സ് നമുക്ക് റെഫർ ചെയ്യുന്നത് ഓക്കെ ADHD സസ്പെക്റ്റ് ചെയ്യുന്നു, അത് പ്രോപ്പർ ഒരു ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടും അടുത്ത ട്രീറ്റ്മെൻറ്റ് ഫേസ് തെറപ്പി എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള പ്ലാനിനും വേണ്ടിയിട്ടാണ് നമ്മളടുത്തേക്ക് റെഫറൽസ് വരുന്നത്. പിന്നെ അസസ്മെൻറ്റുകളിൽ തീവ്രത കിട്ടും. തീവ്രത എത്രത്തോളം അതെ ആണെന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡറിൻ്റെ ഡെഫിനിഷൻ തന്നെയുണ്ട്. ഈ ലക്ഷണങ്ങൾ 2 ജീവിത മേഖലകളിലെങ്കിലും കണ്ടിരിക്കണം. അതായത് വീട്, സ്കൂള്, വർക്ക്, അങ്ങനെയുള്ള 2 ജീവിത മേഖലകളിലെങ്കിലും ഈ ലക്ഷണങ്ങൾ കണ്ടാലേ നമ്മളതിനെ ADHD എന്ന് പറയാൻ പറ്റും. വീട്ടിൽ മാത്രമാണ്, സ്കൂളിലില്ലെങ്കിൽ ADHD അല്ല. അതൊരു ചെറിയ കാലത്തേക്ക് കണ്ടാൽ പോരാ, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 മാസമെങ്കിലും ആ ഒരു ഹിസ്റ്ററി വരണം. അതെ അതെ. ഇപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ഉത്കണ്ഠ കൊണ്ട് ചിലപ്പോൾ നമ്മൾ റെസ്റ്റ്ലെസ് ആവാം, ദേഷ്യപ്പെടാം, ഹൈപ്പർ ആക്റ്റീവ് ആകാം. സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ കൊച്ചു ഓക്കെയാണ്. അപ്പം അത് ADHD അല്ല. അപ്പോൾ അത് സ്കൂളിൽ എന്താണ് കുട്ടിക്ക് സംഭവിക്കുന്നത്, സ്കൂളിലെ കുട്ടിയുടെ ആശങ്കകളാണോ, കൂട്ടുകാരുമായിട്ടുള്ള എന്തെങ്കിലും അനിഷ്ടങ്ങളാണോ, എന്ത് സമ്മർദ്ദമാണ് കുഞ്ഞിന് സ്കൂളിൽ കിട്ടുന്നതെന്നാണ് പിന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അവിടെ നമ്മൾ നേരെ ഡയറക്റ്റ്ലി ADHD അല്ല നമ്മുടെ ഡയഗ്നോസിസ്. ADHD ജനറ്റിക്കലാണോ, അതായത് പാരമ്പര്യമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? പാരമ്പര്യമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു കുടുംബത്തിൽ ADHD ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഒരു 5 മുതൽ 10 ടൈംസ് റിസ്ക് കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളിലോ ഒക്കെ ADHD ഒരാൾക്കുണ്ടെങ്കിൽ അത് അടുത്ത ജനറേഷനിലേക്കോ അല്ല മറ്റൊരു കുടുംബാംഗത്തിലേക്കോ വരാനുള്ള സാധ്യത 5 മുതൽ 10 മടങ്ങ് വരെ കൂടുതലാണ്. അതൊരു ശക്തമായിട്ടുള്ള ഒരു ഹെറിറ്റബിലിറ്റി തന്നെ ഈ ഒരു അസുഖത്തിന് പറയാറുണ്ട്. പിന്നെ നിർബന്ധമില്ല, ഇപ്പോൾ എല്ലാം അങ്ങനെ തന്നെ ആവണം എന്നില്ല. ഇപ്പം നമുക്കൊരു ഒരു ജനന വെയിറ്റ് കുറഞ്ഞിട്ടുള്ളൊരു കുഞ്ഞ് അല്ലെങ്കിൽ മാസം തികയാതെ ജനിക്കുന്നൊരു കുഞ്ഞ്, ഇങ്ങനെയുള്ള കുട്ടികളിൽ ജനറ്റിക്സ് തന്നെ ആവണം എന്നില്ല അത് ADHDയിലോട്ടേക്ക് നയിച്ച ഭാഗം. കുറേ കൂടെ നമ്പർ ചേർത്ത് പറയുകയാണെങ്കിൽ ഒരു 70 മുതൽ 75% വരെ ADHD രോഗികളിൽ ഒരു ഫാമിലി ഹിസ്റ്ററി കാണും. ഒരു 10-25 മുതൽ 30 വരെ ശതമാനം ആൾക്കാരിലാണ് നമ്മൾ ഈ ഡോക്ടറിൻ്റെ മറ്റ് കാരണങ്ങൾ, ഒരുപക്ഷെ ഗർഭസമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ജനനസമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അമ്മയുടെ ജനനസമയത്തിന് ശേഷം ഉണ്ടാകുന്ന രോഗങ്ങൾ, ഇൻഫെക്ഷൻസോ, തലച്ചോറിൻ്റെ ആഘാതങ്ങളോ, തലച്ചോറിൻ്റെ ട്രോമയോ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. ഈ അമ്മയെക്കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ അമ്മയിലുണ്ടായേക്കാവുന്ന ഡിപ്രഷനോ അല്ലെങ്കിൽ സ്ട്രെസ് ലെവൽ, അല്ലെങ്കിൽ അമ്മയിൽ കണ്ടേക്കാവുന്ന ലഹരിയുടെ ഉപയോഗങ്ങൾ, പുകവലി, മദ്യം പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ ഇൽനെസ് അമ്മയിലുണ്ടെങ്കിൽ, ഇപ്പം ഡയബറ്റിസ് അല്ലെങ്കിൽ നിയന്ത്രിതമല്ലാത്ത രീതിയിലുള്ള പ്രഷർ, അങ്ങനെയുള്ള രോഗാവസ്ഥയിലൂടെയാണ് ഗർഭം മുന്നോട്ട് അമ്മ പോയിരിക്കുന്നതെങ്കിലും ADHDയുടെ സാധ്യത കുഞ്ഞിനുണ്ട്. ഗർഭാവസ്ഥയിൽ ഡയബറ്റിക്സ് ഉള്ള ഒരാൾക്കുണ്ടാവുന്ന കുട്ടിക്ക് ADHD ഉണ്ടാവാനുള്ള സാധ്യത നിയന്ത്രിതമല്ലെങ്കിൽ റിസ്ക് കൂടുതലാണ്. എക്സ്ട്രാ 25% മറ്റ് കാരണങ്ങൾ കൊണ്ട് ADHD ഉണ്ടാവുന്ന ആൾക്കാരുടെ നെക്സ്റ്റ് ജനറേഷൻ, ഞാൻ ഒന്നൊരു കടത്തി ചോദിക്കാണ്, നെക്സ്റ്റ് ജനറേഷനിൽ ഈ പറഞ്ഞ ADHD ഉണ്ടാവാനുള്ള സാധ്യതയില്ലേ? സാധ്യത കുറവാണ്. കാരണം അത് ഇൻഹെറിറ്റബിൾ കാരണങ്ങളല്ല, അത് ജനിതക കാരണങ്ങളല്ല. അതുകൊണ്ട് അത് അടുത്ത തലമുറയ്ക്ക് പകരാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ നമ്മൾ കുഞ്ഞുണ്ടായ, ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഗർഭസമയത്തുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതുവരെ ഗർഭപാത്രത്തിൽ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റും ബ്രെയിൻ ഡെവലപ്മെൻറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോർമലാണെങ്കിൽ പ്രസവ സമയത്ത് വന്നേക്കാവുന്ന കോംപ്ലിക്കേഷൻസ്, അതുവഴി തലച്ചോറിന് വന്നേക്കാവുന്ന ഇൻസൾട്ടുകൾ, ക്ഷതങ്ങൾ, അതൊക്കെ ADHDയുടെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പഠനത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്ന അസോസിയേഷനാണ്. ആ ഒരു കുഞ്ഞ് ഉള്ള ഒരു വീട്ടിൽ വീണ്ടും ജനിതക കാരണം ഇല്ലെങ്കിൽ അടുത്ത ആൾക്ക് അല്ലെങ്കിൽ ആ റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ
കുറവാണ് എന്നുള്ളത്. ടോട്ടൽ പോപ്പുലേഷൻ്റെ 30% ആൾക്കാർക്ക് ADHD ഉണ്ട് എന്ന് ചില റിപ്പോർട്ടുകളിലൊക്കെ അല്ലെങ്കിൽ ചില ഡോക്ടർമാർ തന്നെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത്രയധികം ആൾക്കാർക്ക് ADHD ഉണ്ടോ? അത് തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പോൾ വർദ്ധിച്ചു വരുന്നത് ADHD? 30% എന്ന് പറയുമ്പം അതൊരു തെറ്റിദ്ധാരണയാണ്. അത് ഒരുപക്ഷെ ആ പഠനത്തിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ കുറേ കൂടി ആധികാരികമാണ്. പക്ഷേ 30 അല്ല. സാധാരണ ഒരു ലോക ഇതിൽ വെച്ചിട്ട് എന്താ പറയുന്നത്, അമേരിക്കൻ പഠനങ്ങൾ 6%, 6.5%. എന്നാൽ അത് WHO ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പം, അതായത് യൂറോപ്പ് മറ്റു സ്ഥലം നോക്കുമ്പോൾ 2% ആൾക്കാരിലാണ് ഇത് ഏതാണ്ട് അതിനകത്ത് കിടന്ന് 2 മുതൽ 8 വരെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. 30 അല്പം കൂടുതലാണ്. ഇന്നത്തെ കാലത്ത് രോഗം കൂടി വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം കറക്റ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷേ മിക്കവാറും അത് രോഗം കൂടുന്നതല്ല, അവബോധം കൂടുന്നത് കൊണ്ട് കൂടുതൽ ഡയഗ്നോസിസുകൾ വരുന്നതാണ് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഒട്ടുമുക്ക പിള്ളേരും സ്കൂളിൽ പോകും. ഒരു SSLC വിദ്യാഭ്യാസം വരെയെങ്കിലും 10 കൊല്ലമെങ്കിലും സ്കൂളിൽ പോകും. ഈ സ്കൂളിൽ പോകുന്ന ടീച്ചേഴ്സിനെ നല്ലപോലെ ട്രെയിൻ ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സ് ട്രെയിനിങ് വർക്ക്ഷോപ്പുകളും ഒക്കെ. അതിനകത്ത് ഇതിനെക്കുറിച്ച് സംസാരം ഉള്ളത് കൊണ്ട് അവരെ പഠിപ്പിക്കുന്നത് കൊണ്ടും ദേ വിൽ പിക്കപ്പ് മോർ. പിന്നെ ഇൻ്റർനെറ്റിൽ നിന്ന് ഇൻഫർമേഷൻ ഇപ്പം വളരെ എളുപ്പമാണ്. എന്നാണ് ഡോക്ടർ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റ് ഇരുന്നുകൊണ്ട് നമുക്ക് സെൽഫ് ചെക്ക് നടത്തി സെൽഫ് ഡയഗ്നോസ് ചെയ്യാം. ഈ അവബോധം കൂടുന്നത് കൊണ്ട് ഡയഗ്നോസിസുകളും കൂടുന്നുണ്ട് എന്നുള്ളത്. ലഹരി അഡിക്റ്റുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ADHD നേരത്തെ ഡയഗ്നോസ് ചെയ്യണം. അത് ചെയ്യേണ്ടത് സമൂഹത്തിനും കൂടി ഒരു ഗുണകരമാണെന്നൊരു റിപ്പോർട്ടിൽ കണ്ടു. ഇവർ പെട്ടെന്ന് ലഹരി പദാർത്ഥങ്ങളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത, രോഗാവസ്ഥയുള്ള ഒരാൾക്ക് അതിനുള്ള സാധ്യത കൂടുതലാണോ? അതെന്തുകൊണ്ട് നമ്മൾ നേരത്തെ ഡയഗ്നോസ് ചെയ്യണം? 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇമ്പൾസിവിറ്റി എന്ന് പറയുന്ന ഉള്ളത് കൊണ്ട് വരും വരായികൾ ചിന്തിക്കാതെ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഇത് വരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ പെട്ടെന്ന് റിവാർഡ് കിട്ടുന്ന ലഹരി ഉപയോഗം എന്ന് പറയുന്നാൽ പാടത്ത് ജോലി വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞ പോലെ കഴിച്ചു ഉടനെ വന്നു. അപ്പം അതുകൊണ്ട് അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലുള്ള സാധ്യതകൾ ഉപയോഗം തുടങ്ങാനുള്ള സാധ്യതകൾ കൂടുന്നു. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് വശമുള്ളതെന്ന് വെച്ചാൽ ഈ കുട്ടികൾ, ഇപ്പം അറ്റൻഷൻ ഡെഫിസിറ്റ് ഉള്ള കുട്ടികൾ, അവരെ വികൃതികളായിട്ടും മോശക്കാരായിട്ടും ഒക്കെ ചെയ്ത് സ്കൂളിൽ നിന്ന് അവരെ മാർജിനലൈസ് ചെയ്യും. അതെ, അണ്ടർസ്റ്റുഡ്. അപ്പം പണ്ടത്തെ കാലത്ത്, ഞങ്ങളുടെ കാലത്തൊക്കെ ആണെങ്കിൽ ക്ലാസ്സിന് പുറത്ത് നിൽക്കുക എന്ന് പറയും. അവിടെ കുറേ പേര് ക്ലാസ്സിന് പുറത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. ഇവന് ഈ വികൃതി ആയതുകൊണ്ട് ഒരു സെൻട്രൽ സ്ട്രീമിൽ, മെയിൻ സ്ട്രീമിലോട്ട് കയറാൻ പറ്റുകയില്ല. കാരണം അവരെല്ലാവരും ഇവനെ മാറ്റി നിർത്തും, മാർജിനലൈസ്. അപ്പം അവൻ പുറത്ത് നിൽക്കുമ്പോൾ അവന് കൂട്ടുകാർ വേണം. പക്ഷെ പുറത്ത് നിൽക്കുന്ന മറ്റുള്ളവർ പല കാരണങ്ങൾ കൊണ്ടാണ് കയറുന്നത്. അവർ സിഗരറ്റ് വലിച്ചുകൊണ്ടായിരിക്കും, സ്കൂളിൽ ബീഡി വലിച്ചുകൊണ്ടായിരിക്കും, എന്തെങ്കിലും കാരണം കൊണ്ട്. അവരുമായിട്ടുള്ള ചങ്ങാത്തത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഇതിൽ എക്സ്പോഷർ ഉണ്ടാകാനുള്ള, മാർജിനലൈസ് ആകുന്നത് കൊണ്ട് എക്സ്പോഷർ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. ഇത് ഒരുപക്ഷെ എൻ്റെ ഒരു ചെറുപ്പകാലത്ത് സൈക്യാട്രിയിൽ ആദ്യകാലങ്ങളിൽ ഞാൻ ഇത്രയും പെട്ടെന്ന് മരുന്ന് കൊടുക്കത്തില്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഡയഗ്നോസ് ചെയ്താൽ ഉടനെ മരുന്ന് കൊടുക്കും. കാരണം ആ മാർജിനലൈസേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. ക്ലാസ്സിൽ വികൃതി കാണിക്കാത്തപ്പം അവൻ ക്ലാസ്സിന് പുറത്ത് പോകത്തില്ല. ക്ലാസ്സിൽ ഇരിക്കുന്നത് കൊണ്ട് വല്ലതൊക്കെ കേൾക്കുമ്പോൾ മാർക്ക് നന്നാവുമ്പോൾ മാതാപിതാക്കൾ തള്ളിക്കളയത്തില്ല, ടീച്ചർമാർ തള്ളിക്കളയത്തില്ല, അവർ അല്പം കൂടെ എഫേർട്ട് ഇടും. അത് വിൽ ലീഡ് ടു ബെറ്റർ മാർക്ക്. ആ ഒരു പോസിറ്റീവ് റൗണ്ടിലോട്ട് പോകും. മാത്സിന് തോറ്റ് സ്കൂളിൽ നിന്ന് ഇറക്കി വിടാൻ പോയ കൊച്ച് 2 കൊല്ലത്തിന് ശേഷം അതേ ബാച്ചിൽ അവൻ ടോപ്പ് ചെയ്തു. സാറ് പറഞ്ഞ പോലെ നമ്മുടെ നോവൽറ്റി സീക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ലഹരിയായിട്ട് പറയുമ്പോൾ നമുക്ക് ആ ടേം പറയേണ്ടി വരും. അതായത് ഒരു പുതുമ തേടിയിട്ടുള്ളൊരു താല്പര്യമുണ്ട്, പുതുമയിലേക്കുള്ളൊരു താല്പര്യമുണ്ട്. ഈ അഡോളസെൻ്റ് പോലത്തെ ആ ഒരു പ്രായത്തിലെത്തുമ്പോൾ പുതുമകൾ പുതുമകൾ അന്വേഷിച്ച് പോവുകയാണ്.
അപ്പോൾ ADHD ഉള്ളവരിൽ ആ പുതുമ തേടിയുള്ള യാത്ര ഭയങ്കര തീവ്രമാണ്. അപ്പോൾ ലഹരി എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് തരുന്ന പുതിയ ഒരു സംഭവമാണ്. പിന്നെ ഇവർ സാറ് പറഞ്ഞതുപോലെ ആ ഒരു പിയർ ഇൻ്ററാക്ഷൻ വരും. അപ്പോൾ ഈ ഇച്ചിരി വ്യത്യസ്തരായിട്ട് ഇച്ചിരി പ്രശ്നക്കാരായിട്ട് കാണുന്ന കുഞ്ഞുങ്ങളെല്ലാം അവസാനം ഒരുമിച്ച് കൂടുകയും അവരിൽ ഉണ്ടാകുന്ന ആ ചിന്തകൾ എല്ലാവരിലോട്ടേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുവാണ്. അപ്പം ഒരുത്തൻ ലഹരി, ഇപ്പം ഒരു ശരാശരി നമ്മളൊരു ആവറേജ് കണക്കെടുത്താൽ കേരളത്തിലെ ഒരു ലഹരിയുടെ ഉപയോഗം ആദ്യമായിട്ട് ഒരാളിൽ വരുന്ന 15 വയസ്സാണ് എന്ന് വെച്ചാൽ ADHD ഉള്ള കുഞ്ഞിലേക്ക് അത് താഴ്ന്ന് 11-12 വയസ്സിലേക്ക് താഴുവാണ്. അതൊരു വലിയ കൂട്ടം എടുത്തു കഴിയുമ്പം അതൊരു വലിയ നമ്പറാണ്. അതെ. അപ്പോൾ ഈ ഒരു കൂട്ടം കൂടല, പിന്നെ അവരുടെ ആ പിയർ ഏരിയയിലുള്ള അവരുടെ അക്സെപ്റ്റൻസ് ഉണ്ട്. അതെ. അപ്പം നമ്മളിപ്പോൾ ക്ലാസ്സിൽ മാർക്ക് കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊന്നും വലിയ കേമം കാണിക്കാത്തത് കൊണ്ടോ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കാതെ അല്ലെങ്കിൽ കാര്യമില്ല എന്നുള്ള രീതി വെച്ചിരിക്കുന്ന കുട്ടികളിൽ അവരുടെ കൂട്ടരിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന അക്സെപ്റ്റ് അംഗീകരിക്കുന്നത് അത് അവർക്ക് ഭയങ്കര വലിയ ഒരു പ്രചോദനമാണ്. അപ്പോൾ അവിടെ എന്താണോ സംഭവിക്കുന്നത് അതെല്ലാം ഏറ്റുപിടിക്കാനും അതിനകത്തൊരു സന്തോഷം കാണാനും അതിൽ വിശ്വസിച്ചങ്ങ് അപ്പോൾ പേരൻസ് പറയും അവന് കൂട്ടുകാരും മതിയാവും, കൂട്ടുകാർ പറയുന്നത് മാത്രമേ അവൻ ചെയ്യുള്ളൂ, അവർ നമ്മൾ പറയുന്ന വില, അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ എലമെന്റ് എന്ന് പറയുന്ന ഇതും കൂടിയാണ്. അതെ. പിന്നെ ഇമ്പൾസിവിറ്റി ഉണ്ട്, ഈ റിസ്ക് ടേക്കിംഗ് ഉണ്ട്. അപ്പം അത് കറേജ് ആയിട്ട് വരും. മറ്റു കൂട്ടുകാർക്ക് അത് കറേജ് ആയിട്ട് വരും. അപ്പോൾ അവരിൽ നിന്നൊരു ഡോക്ടർ പറഞ്ഞ പോലെ ഒരു അക്സെപ്റ്റൻസ് കിട്ടും. അവൻ എന്ത് കാര്യവും ചെയ്യാൻ മുമ്പിലുണ്ട്, ഗ്യാങ് ലീഡേഴ്സ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം നല്ല ബുദ്ധിയുള്ളവരാ. എല്ലാം കൂടെ ചേർന്ന് ഒരിടത്തേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ബുദ്ധിയുണ്ട്, ഡിഫറെന്റ് തോട്ട്സ് ഉണ്ട്, പക്ഷെ ഇതിനെ ഒരു കറക്റ്റ് ആയിട്ട് ഒരു ഫലത്തിൽ എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ വീട്ടിലും തള്ളപ്പെട്ടു, ക്ലാസ്സിലും തള്ളപ്പെട്ടു. അങ്ങനെയുള്ള കുട്ടികൾ ഈ പറഞ്ഞ പോലെ വഴിതെറ്റും. ലഹരിയുടെ ഇത് ആദ്യം ഉപയോഗിച്ചു, കൂടുതൽ ഇത് എന്താണ് ഈ എക്സ്പീരിയൻസ്, ഇതൊരു വ്യത്യസ്തമായ അനുഭവമാണല്ലോ. അപ്പോൾ ഇത് എന്താണ് എക്സ്പീരിയൻസ് എന്നറിയാൻ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ, അതൊരു ശരീരത്തിന് ആരോഗ്യം സാധാരണ ഒരാൾ യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള രീതിയിലേക്കുള്ള ഉപയോഗവും ഇവർക്കിടയിൽ കൂടുതലായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ആദ്യം ഉപയോഗിച്ചതിന് ശേഷം ഒരു വലിയൊരളവിലേക്ക് എടുക്കുന്നത്, നമ്മളൊരു മേബി ഒരു ടോളറൻസ്, ഒരുപാട് അളവിൽ അത് ടൊബാക്കോ ആവാം അല്ലെങ്കിൽ ആൽക്കഹോൾ ആവാം, ഇതൊക്കെ ഒരുപാട് വലിയ അളവിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പോകുന്ന ഒരു പ്രശ്നവും കാണാറുണ്ട്. അതുമാത്രമല്ല ഈ ഇവർക്കൊരു ഓൾറെഡി പറഞ്ഞ പോലെ നമുക്കൊരു ഒരു വൈകാരികമായിട്ടുള്ള ഒരു നിയന്ത്രണക്കുറവ് ഇതിൻ്റെ ഭാഗം, ഇമോഷൻ റെഗുലേഷൻ, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, ഇമോഷൻസിനെ ഒരു നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റാതെ ആവുക, ആങ്സൈറ്റി വരിക, ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്, ഒരു ആത്മവിശ്വാസക്കുറവും. അപ്പോൾ ഇതിനും കൂടെ ഒരു മരുന്നായിട്ട് പല ആളുകളും ഇത് ഉപയോഗിക്കും. ഇത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ലഹരി ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു ശാന്തത, സമാധാനം പോലെ തൽക്കാലത്തേക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇതിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടാനുള്ള ഒരു സാധ്യത, അതുകൊണ്ടുകൂടെ ഒരു ഡിപ്പെൻഡൻസ് പോലെ വരാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ്. കെമിക്കൽ ബേസിസ് നോക്കുവാണെങ്കിൽ ഡോപ്പമീൻ കുറവാണ് ഇതിൻ്റെ ഒരു മെയിൻ. ഇത് ഈ പല ലഹരി പദാർത്ഥങ്ങളും ഡോപ്പമീൻ കൂട്ടും. അതുകൊണ്ട് അവർ ചിലപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞ പോലെ ഒരു സെൽഫ് ക്യൂറായിട്ട് ഇത് ഉപയോഗിക്കും. പിന്നെ അവരുടെ ഈ അറ്റൻഷൻ ADHDയുടെ ഒരു കാര്യമാണ് പെട്ടെന്ന് ബോറടിക്കും. അതാണ് ഡോക്ടർ പറഞ്ഞ പെട്ടെന്ന് ഇവർ ലഹരിയുടെ എമൗണ്ട് പെട്ടെന്ന് കൂടാൻ തുടങ്ങും. പുതിയ കാര്യങ്ങളിലോട്ട്, അതായത് മദ്യപാനം കൊണ്ട് തുടങ്ങി സിഗരറ്റിലോട്ട് മാറി, സിഗരറ്റ് കുറച്ച് കഴിഞ്ഞപ്പം പോരാ, അപ്പോൾ കഞ്ചാവിലോട്ട് കയറി, പുതിയ ലഹരികൾ. അതായത് എയർലി ഡയഗ്നോസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അതിൽ നമ്മുടെ പേരൻസിനും സ്കൂളിലും എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതായത് വീട്ടിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ അംഗീകരിക്കപ്പെടുക എന്ന് പറഞ്ഞല്ലോ, വീട്ടിൽ അംഗീകരിക്കുന്നുണ്ടാവില്ല, അവന് കുരുത്തം കെട്ടവനായിരിക്കും. പ്രത്യേകിച്ച് സിബ്ലിങ്സൊക്കെ ഈ പറഞ്ഞ പോലെ നോർമൽ ആണെങ്കിൽ, ഈ ADHD ഇല്ലാത്തവരാണെങ്കിൽ ഭയങ്കരമായിട്ടും ആ കൊച്ച് ഒറ്റപ്പെട്ടു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ പേരൻസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ADHDൻ്റെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പാരൻറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത് കുറേ നമുക്കൊരു നമ്മളെ തന്നെ നിയന്ത്രിക്കാനുള്ള, നമ്മുടെ അറ്റൻഷൻ നിയന്ത്രിക്കാൻ പറ്റാതെ ആകുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തിലും വല്ലാത്ത വ്യത്യാസങ്ങളുണ്ടാവും. പെരുമാറ്റ വൈകല്യങ്ങളായിട്ട് വരും, അനുസരണക്കേട് അല്ലേ. പൊതുവേ ഒരു ADHD ഉള്ളൊരു കുട്ടീനെ പൊതുവേ ഒരു ഒരു കുറുമ്പൻ
അല്ലെങ്കിൽ അനുസരണയില്ലാത്തവൻ എന്നുള്ള കുറേ ലേബലുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു കുട്ടി, തീരെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കുട്ടി. അതൊരു ADHD അവയർനെസ് പലർക്കും ഉണ്ടാവണം എന്നില്ല. അപ്പോൾ കുട്ടിക്കാലങ്ങളിലൊക്കെ വളരെ കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ടും ഇതുപോലെ നീ എന്താ ഇങ്ങനെ, ചിലപ്പം ആ കുട്ടിയുടെ ആത്മവിശ്വാസത്തിനെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള കുറേ സംസാരങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് പാരൻസ് പൊതുവേ ഇതിനെപ്പറ്റി ഒരു അവയർനെസ് നല്ലതായിട്ട് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ കുട്ടീൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൽ പാരൻസിൻ്റെ ഇടപെടലുകൾ, കാരണം കുട്ടീനെ പുതിയൊരു കാര്യം നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക, പ്ലസ് ഞാനിങ്ങനെയാണ്, എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലും കുഞ്ഞിനുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ എവിടെയും കുട്ടി അംഗീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ എവിടെ അംഗീകാരം കിട്ടുമോ, എവിടെ ശ്രദ്ധ കിട്ടുമോ, അവിടേക്കാണ് നമ്മൾ കൂടുതലായിട്ട് പോവുക. അപ്പോൾ ഒരു പോസിറ്റീവ് അറ്റൻഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളെ ശ്രദ്ധ എന്ന് പറയുന്നത് ഒരു പെരുമാറ്റങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ എന്ന് പറയുന്ന ഒരു വളമാണ് കുട്ടികളിൽ. അപ്പോൾ ഒരു വാശിയുള്ളൊരു കുട്ടി, ഒരു മിഠായി വേണമെന്ന് പറഞ്ഞിട്ടൊരു കുട്ടി വാശി പിടിക്കുക. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, ആദ്യം വാശി പിടിക്കുമ്പോൾ പറ്റില്ല എന്ന് പറയും. അപ്പോൾ കുട്ടി ശബ്ദം കൂട്ടും, അലറി കരയാൻ തുടങ്ങും. അപ്പോഴും കൊടുക്കില്ല. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് നിലത്ത് കിടന്നൊന്ന് ഉരുണ്ട്, അപ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ എന്താണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ സമയത്ത് കൊടുക്കും. അപ്പോൾ കുട്ടി പഠിക്കുന്നത് എന്താണ്, ഈ സ്വഭാവം ഇങ്ങനെ കാണിച്ചാൽ എനിക്ക് എൻ്റെ കാര്യം സാധിക്കാൻ പറ്റും. അപ്പോൾ ആ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ശ്രദ്ധയാണ് ശരിക്കും ആ വാശി നിലനിർത്തുന്നത്. പിന്നെയും അടുത്ത സമയത്തും ഈ ആവശ്യം വരുമ്പം കുട്ടി ആ ഒരു പെരുമാറ്റത്തിലേക്കാണ് ഡയറക്റ്റ്ലി പോവുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ അതേസമയത്ത് ആ വാശി കാണിക്കുന്ന സമയത്ത് വാശീനെ ശ്രദ്ധിക്കുന്നത്, കുട്ടിയുടെ ആവശ്യത്തിനല്ല. ഒന്നുകിൽ ആ സമയത്ത് ആ വാശീനെ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. ഒപ്പം ആ കുട്ടിയുടെ ഒരു ആവശ്യം എന്തെങ്കിലും ഒരു നല്ല പെരുമാറ്റത്തിൻ്റെ റിവാർഡായിട്ട് അല്ലെങ്കിൽ അതിനൊരു പകരമായിട്ടുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ നല്ല പെരുമാറ്റത്തിന് ശ്രദ്ധ കിട്ടുകയും ഒപ്പം കുട്ടിയുടെ ആവശ്യം നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ശ്രദ്ധ കിട്ടാനുള്ള ഒരു രീതി ഈ നല്ല പെരുമാറ്റമാണെന്ന് കുട്ടി പതിയെ പഠിക്കുക. ഇത് പക്ഷെ ഒരു തവണ ചെയ്തിട്ട് കാര്യമില്ല, 2 തവണ നമ്മൾ ഈ കുട്ടിയുടെ വാശി ക്ഷമിക്കും, കഷ്ടപ്പെട്ടും പ്രതികരിക്കാതിരിക്കും. പക്ഷെ 3ാമത്തെ തവണയാകുമ്പോഴത്തേക്കും നമുക്ക് സഹിക്കാൻ പറ്റില്ല. പലപ്പോഴും പല പാരൻസിലും വരുന്ന അങ്ങനെയാണ്. നമ്മൾ വഴക്ക് പറയും, എന്നിട്ട് കുട്ടിയുടെ ആവശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ പല പെരുമാറ്റങ്ങളിലും നമ്മൾ കുറ്റപ്പെടുത്തുന്നതും ഈ ബിഹേവിയർ പ്രോബ്ലംസ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാരണമാവുന്നുണ്ട്. അംഗീകാരം കിട്ടാതെ ആവുമ്പോൾ അവരും നമുക്ക് റെക്കഗ്നീഷൻ എവിടെ നിന്ന് കിട്ടുന്നു, എവിടെ നിന്നാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്, അവിടത്തേക്ക് പോകും. നമ്മളെല്ലാവരും അങ്ങനെയാണ്. അപ്പം പാരൻറ്റിങ്ങിൽ അതിനുള്ള നല്ല പെരുമാറ്റങ്ങളെ ശ്രദ്ധിക്കാനും ഒപ്പം നമ്മൾ പാരൻസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ബിഹേവിയർ തെറപ്പിയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കുട്ടികളിൽ ഉപയോഗിക്കുന്നത് സൈക്കോ തെറപ്പീസിൽ. എന്ന് വെച്ചാൽ കുട്ടികളുടെ പെരുമാറ്റങ്ങൾ, പല പെരുമാറ്റങ്ങളും, കാരണം ഇന്ന കാര്യം ചെയ്യുമെന്ന് പറഞ്ഞ കുട്ടികൾ ചിലപ്പോൾ ചെയ്യില്ല. പക്ഷെ അതിനൊരു നല്ല അതിൽ നിന്നൊരു സന്തോഷം കിട്ടുമെങ്കിൽ ഒന്നുകിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വേറെ എന്തെങ്കിലും ഒരു സന്തോഷം വേണം. ചിലപ്പോൾ ഒരു മിഠായി കിട്ടണം, ഒരച്ഛൻ എന്നോട് കൊള്ളാം എന്ന് പറയണം, അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ഹഗ്, അല്ലെങ്കിൽ നീ മിടുക്കനായെന്ന് പറയുന്ന ഒരു രീതിയൊക്കെ ഉണ്ടെങ്കിൽ അതെന്നെ അപ്പം തന്നെ റിവാർഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ചെയ്യും. അതുപോലെ എവിടെ നമ്മൾ ശ്രദ്ധിക്കണം, എവിടെ ശ്രദ്ധിക്കരുത് എന്നും കൂടെ പഠിക്കണം. ഇത് കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് കുട്ടികളിൽ കുറേ പെരുമാറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. ബിഹേവിയർ പാരൻ്റൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറയും, പാരൻസിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട്. കാരണം അവരാണ് യഥാർത്ഥത്തിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ജോലി ചെയ്യുന്നത്, നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ എന്നുള്ളത് പോലെ. കാരണം അവർക്കാണ് കുട്ടീനെ എപ്പോഴും ആക്സസ് ഉള്ളത്. നമുക്ക് ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കുട്ടികളെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവരിത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുമ്പോൾ, കൃത്യമായിട്ട് എവിടെ അഭിനന്ദിക്കണം, എവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ചിലപ്പോൾ അവരുടെ പ്രായത്തിൽ ഇപ്പോൾ ഒരു മേ ബി ഒരു 10 വയസ്സുള്ള കുട്ടിയാണ്, ADHD ഉണ്ട്, ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു പെരുമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും ആ പ്രായത്തിനനുസരിച്ചിട്ടുള്ളതാവണം എന്നില്ല. ചിലപ്പോൾ ഒരു പക്വത കുറവ് നമുക്ക് തോന്നാം, ചിലപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യില്ല. പഠനത്തിലാണെങ്കിലും ചിലപ്പോൾ പുറകിലേക്ക് കാണിക്കാം, ചിലപ്പോൾ ഈ വൈകാരിക നിയന്ത്രണക്കുറവുണ്ടാവാം, ചിലപ്പോൾ എടുത്ത് ചാടി പെരുമാറുന്ന രീതി ഉണ്ടാവാം. അപ്പോൾ എപ്പോഴും കുറ്റപ്പെടുത്തലാണ് കിട്ടുന്നത്. പക്ഷെ കുറേ കാര്യങ്ങൾ കുട്ടിയുടെ പ്രായത്തിലുള്ളത് കുട്ടി ചെയ്യുന്നുണ്ട്. ചിലപ്പം തൊട്ട് പുറകിൽ ഉള്ള മേ ബി ഒരു 8 വയസ്സുള്ള ഒരു കുട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനെ ആരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അവിടെ ശ്രദ്ധ കൂടുതൽ കൊടുത്തുകൊണ്ട് ഏത് പെരുമാറ്റങ്ങളെ, ഏത് പെരുമാറ്റ രീതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതൊക്കെ പാരൻസിന് കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയാൽ കുറേ പെരുമാറ്റ വ്യത്യാസങ്ങളുണ്ടാകും. അതുപോലെ പുതിയ ട്രെയിനിങ് നമ്മൾ കൊടുക്കുമ്പോഴും എന്ന് വെച്ചാൽ അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന ടാസ്കുകൾ, അതുപോലെ തന്നെ നമ്മളെപ്പറ്റി തന്നെയുള്ള കുറേ നെഗറ്റീവ് തോട്ടുകളുണ്ടാവും. കാരണം കുട്ടിക്ക് പഠിക്കാൻ പറ്റാണ്ടാവുമ്പോൾ, അംഗീകാരം കിട്ടാണ്ടാവുമ്പോൾ ഞാനൊരു
ലൈക്ക് മേ ബി ഞാനൊരു ഫെയിലിയർ ആണെന്നൊക്കെ തോന്നുന്ന കുട്ടികൾ നമ്മൾ വളരും തോറും, ചെറിയ കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവില്ല, പക്ഷെ പ്രായം കൂടും തോറും നമ്മളെപ്പറ്റി തന്നെ ചിന്തിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് കൂടുതലാവുമല്ലോ, നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുമല്ലോ, മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് തോന്നും എന്നുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് അവരുടെ ആ ചിന്തകളെയൊക്കെ ഒന്ന് ഹെൽത്തി ആക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെയൊക്കെയാണ് തെറപ്പി സഹായിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ പാരൻസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെങ്ങനെയാണ് കുട്ടിക്ക് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നത്, അവർ ഈ കുട്ടീനെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പോരാ എന്നുള്ള തോന്നലിൽ തന്നെയാണ് കുട്ടി പോവുക. ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടി പഠിക്കുന്നില്ല, അല്ലാതെ എവിടെ നിന്ന് ശ്രദ്ധ കിട്ടുന്നോ അങ്ങോട്ട് കൂടുതൽ പോകാനുള്ള ടെൻഡൻസി കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പാരൻസ് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കേണ്ടതും കുട്ടിയായിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടതും, അതുപോലെ നമ്മുടെ ചില രീതികളുണ്ടാകും. ചിലപ്പോൾ നമുക്ക് ഇപ്പം ആസ് എ പാരൻ്റ് ഒരു ദേഷ്യം കൂടുതൽ ചിലപ്പോൾ നമുക്കുണ്ടാവും, ക്ഷമ കുറവുണ്ടാവും. കുട്ടിക്ക് ഒരു ADHD പ്രശ്നവും കൂടി ഉണ്ടെങ്കിൽ ഇത് തമ്മിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടത് അവിടെ അത്യാവശ്യമാണ്. കുട്ടീനെ ഒന്ന് ബെറ്റർ. ഇതേപോലെ തന്നെയുള്ള ഒരു പ്രശ്നമാണ് പാരൻസിൻ്റെ ഒരു ഇമോഷണൽ ജേണി. കാരണം കുട്ടിക്ക് ഒരു സ്വഭാവ വ്യത്യാസങ്ങൾ കാണുമ്പോൾ ഇത് വളർത്തുദോഷമാണ്. അതെ, അത് വളരെയധികം പ്രത്യേകിച്ച് അമ്മമാർക്ക് കിട്ടുന്ന ഒരു എന്ന് വെച്ചാൽ വലിയൊരു അവയർനെസ് ഇല്ലാത്ത ഫാമിലിയിലൊക്കെ വളർത്തുദോഷമാണ്, നിൻ്റെ കുഴപ്പമാണ് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഇവർക്ക് ഈ ഒരു ക്രിറ്റിസിസം, കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു കുറ്റപ്പെടുത്തൽ, ഇവർക്ക് അറിയുന്നുമില്ല എന്താ സംഭവിക്കുന്നത്, കുട്ടീനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുമില്ല. ഈ ക്രിറ്റിസിസം, അതുപോലെ തന്നെ കുട്ടീനെ മാനേജ് ചെയ്യാൻ പറ്റാത്തയോ എനിക്ക് പറ്റുന്നില്ലല്ലോ, ഞാനൊരു മോശം അമ്മയാണോ എന്നുള്ള ഒരു തോന്നൽ, അതും നമ്മളെ വല്ലാണ്ട് ബാധിക്കും. അതുപോലെ തന്നെ ഇത് കുഞ്ഞിനൊരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ഹെൽപ്പ് എടുക്കാൻ പോകാൻ പറ്റുള്ളൂ. ഇല്ല, കുഞ്ഞിനൊരു പ്രശ്നമില്ല, തനിയെ ശരിയായിക്കോളൂ എന്ന് വിചാരിച്ച് ഞാൻ ഡിനേ ചെയ്തിരിക്കുക, ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ലെങ്കിലും കുട്ടിക്ക് ഹെൽപ്പ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പാരൻസിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും അവരുടെ ഒരു കൃത്യമായിട്ടുള്ളൊരു മനസ്സിലാക്കലും ഇതിന് വേണ്ടിയിട്ടുള്ള ഫുൾ ടൈം പ്രവർത്തനവും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതെ. അപ്പോൾ അതുപോലെ തന്നെ ടീച്ചർമാർക്കും സ്കൂളുകൾക്ക് ഇതിനൊരു വലിയ റോളിൽ കണ്ടുപിടിക്കാനും അവരെ നല്ലൊരു ഫ്യൂച്ചറിലേക്ക് വഴിതിരിച്ചു വിടാനും ടീച്ചർമാരൊക്കെ സ്കൂളുകളിലൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ സാറ് മുമ്പ് പറഞ്ഞിരുന്ന പോലെ ഇപ്പോഴത്തെ ടീച്ചേഴ്സിന് വളരെ സെൻസിബിളായിട്ട്, വളരെ അവയർനെസ്സോടു കൂടി ശാസ്ത്രീയമായിട്ട് തന്നെ അവരിതിനെപ്പറ്റി പഠിക്കുകയും ഒത്തിരി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുകയും അത് അവരവരുടെ ക്ലാസ് മുറികളിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അവരത് കുട്ടീനെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ കുട്ടീനെ മോശക്കാരനായി ചിത്രീകരിക്കുകയോ ചെയ്യാതെ തന്നെ ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ ഉണ്ടെന്നൊരു PTA മീറ്റിങ്ങോ വല്ലതും കൂടുമ്പോൾ, അതായത് കുട്ടി ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്നില്ല, എപ്പോഴും റെസ്റ്റ്ലെസ് ആണ്, ശ്രദ്ധ കിട്ടുന്നില്ല, നല്ല കഴിവുള്ള കുഞ്ഞാണ്, ഒത്തിരി ആശയങ്ങളൊക്കെ അവൻ പറയുന്നുണ്ട്, പക്ഷേ അവൻ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവൻ അടങ്ങിയിരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് പ്രശ്നം യഥാസമയത്ത് നമ്മുടെ പേരൻസിനെ അറിയിക്കുകയും എങ്ങനെയാണ് ഹെൽപ്പ് എടുക്കേണ്ടത്, എങ്ങോട്ടാണ് നിങ്ങൾ പോകേണ്ടത് എന്ന് വരെ പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ഒരു ആദ്യത്തെ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് പലപ്പോഴും ടീച്ചേഴ്സാണ്. ആ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട്, കാരണം നമ്മുടെ ഹെൽത്ത് ആൾക്കാരുടെയും പേരൻസിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു വലിയ റിസോഴ്സാണ് ടീച്ചർമാരെന്ന് പറയുന്നത്. അപ്പോൾ അവരതിനെ എത്ര പെട്ടെന്ന്, എത്ര ഹെൽത്തി ആയിട്ട്, എത്ര എന്താ പറയുക, ലോജിക്കലി അവരതിനെ കൈകാര്യം ചെയ്യുന്നു, അത്ര പെട്ടെന്ന് കൊച്ചിന് ട്രീറ്റ്മെൻറ്റ് ഇൻ്റർവെൻഷൻ എത്തും എന്നുള്ളതാണ്. ടീച്ചേഴ്സ് അതിനെ വളരെ കൃത്യമായി പിക്ക് ചെയ്യുകയും സമയത്ത് അറിയിക്കുകയും അവർക്ക് ഗൈഡൻസ് കൊടുക്കുകയും ഇതിങ്ങനെ വന്നാലും ഞങ്ങൾ സപ്പോർട്ടിനുണ്ട്. പല പേരൻസിനും അതാണ് പേടി, ഇനി കുഞ്ഞിനെ ക്ലാസ് മാറ്റുമോ, സ്കൂളിൽ നിന്ന് പോകണമെന്ന് പറയുമോ. അപ്പം അങ്ങനെയൊന്നും അല്ല, ഞങ്ങളും നിങ്ങളുടെ കൂടെ നിൽക്കുവാണ്, ഞങ്ങൾ ഇതിനകത്തുണ്ട്, ഇങ്ങനത്തെ കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് ടീച്ചേഴ്സാണ് അവർക്ക് ആദ്യത്തെ വിശ്വാസം കൊടുക്കുന്നത്. അപ്പം പിന്നീട് നമ്മുടെ ഡയഗ്നോസിസിൻ്റെ ഭാഗത്തോട്ടേക്ക് ടീച്ചർമാർ പറഞ്ഞ ചിലപ്പോൾ റിപ്പോർട്ടുകളും കൊടുത്തു വിടും. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒബ്സർവേഷൻ, ഇങ്ങനെ ഇന്ന വിഷയങ്ങൾക്ക് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അത് എന്താണെന്ന് നോക്കി തരുമോ എന്നൊക്കെ ചോദിച്ച്, അപ്പോൾ നമ്മളും അതനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ ടീച്ചേഴ്സിലോട്ട് നമ്മളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അവർ ഈ ഒരു പ്രോസസ്സിൻ്റെ വളരെ ആക്റ്റീവായിട്ടുള്ള കണ്ടിന്യൂസ് പ്രോസസ്സിൻ്റെ ഭാഗമാണ് ടീച്ചർമാരെന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ക്ലാസ്സിൽ ചില റെക്കമെൻഡേഷൻസ് ആണെങ്കിൽ നമ്മൾ ടീച്ചറിന് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുറച്ച് റെക്കമെൻഡേഷൻസ് നമ്മൾ ടീച്ചേഴ്സിലോട്ട് എത്തിക്കാറാണ്. ഇവനൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെ 15 മിനിറ്റ് കഴിയുമ്പോൾ ഇവനൊന്ന് ബ്രേക്ക് കൊടുക്കുക, ഇവനൊരു ക്ലാസ് റൂമിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ അവനെ തന്നെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ അവനൊരു ചെറിയ നല്ല ആക്ടിവിറ്റി ചെയ്തെന്നാലും ഒന്ന് അതിനെ ശ്രദ്ധിച്ചുകൊണ്ടൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, ക്ലാസ്സിൽ എല്ലാവരെ കൊണ്ടൊന്ന് ക്ലാപ്പ് എടുപ്പിക്കുക. അപ്പോൾ അങ്ങനത്തെ ഗാന പറഞ്ഞ ഒരു റിവാർഡ് മെക്കാനിസം, നമ്മൾ നിൻ്റെ ഇന്ന ഗുണങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്,
ഞങ്ങളതിൽ ഹാപ്പിയാണ്. ശ്രദ്ധിക്കുന്നുണ്ട്. അതെ. ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ, ടീച്ചർ എൻ്റെ പേര് വിളിക്കുന്നു, അല്ലെങ്കിൽ ടീച്ചർ എന്നോടായിട്ട് പറയുന്നു എന്ന് പറയുന്നതൊക്കെ നമുക്കൊരു സന്തോഷവും പ്രൗഡായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ടീച്ചേഴ്സ് അതിലൊരു സ്പെഷ്യൽ അറ്റൻഷൻ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് മനസ്സിലാക്കി അതിനെ ചിലപ്പം മാനേജ് ചെയ്യാൻ പറ്റാത്ത കുട്ടി എന്ന് പറയുന്നതിൽ ലേബൽ കൊടുക്കുന്നതിന് പകരമായിട്ട് ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടിയുടെ ഇമ്പ്രൂവ്മെൻറ്റിൽ വളരെയധികം സഹായിക്കും. ഇത് തിരിച്ചറിയാനും ഡയഗ്നോസിസിനും സഹായിക്കുന്നത് പോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും തെറപ്പീൻ്റെ ഭാഗമായിട്ട് തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ഈ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റെക്കമെൻഡേഷൻസ് നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സിനോട് നമ്മൾ മേ ബി കുട്ടിയുടെ ക്ലാസ്സിൽ ശ്രദ്ധ കുറവുള്ള കുട്ടിയാണെങ്കിൽ കുട്ടിയെ ജനലിൻ്റെ അടുത്ത് നിന്നൊക്കെ മാറ്റി അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് മാറി പ്രത്യേകിച്ച് ടീച്ചറിൻ്റെ അടുത്തിരുത്തുക. അതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ആ സ്ട്രക്ചറിലുള്ള അറേഞ്ച്മെൻറ്റ്, അതുപോലെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധ പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് പേര് വിളിക്കുകയും ശ്രദ്ധ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യുക. അതുപോലെ തന്നെ അക്കാഡമിക് ആക്ടിവിറ്റീസിൽ അവരെ പ്ലാൻ ചെയ്യാനും ചിലപ്പം മിസ്സായി പോകുന്ന ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും ഒക്കെ സഹായിക്കുക. ഇത് അവരുടെ പെർഫോമൻസിനെ ഒരുപാട് ബാധിക്കുകയും ഇമ്പ്രൂവ് ചെയ്യിക്കുകയും ചെയ്യും. അപ്പം എന്താണ്, എന്നെ കൊണ്ട് പറ്റും എന്നുള്ള തോന്നലും ആ ഒരു സെൽഫ് എസ്റ്റീമും ഒക്കെ കൂടും. അത് അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെയും അവരുടെ ഉള്ളിൽ നിന്നുള്ളൊരു സന്തോഷവും താല്പര്യവും ഇതിൽ കൂട്ടാനും പാരൻസിനേക്കാളും ടീച്ചേഴ്സിന് പറ്റും. ഈ ജീവിതകാലം മുഴുവൻ ഇങ്ങനെയുള്ള ADHD ഉള്ള ഒരാൾ മരുന്ന് കഴിക്കേണ്ടി വരുമോ? ADHD ട്രീറ്റ്മെൻറ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ മരുന്നിൻ്റേതായിട്ടുള്ള ശക്തമായിട്ടുള്ള റോളുകളുണ്ട്. അപ്പം നമ്മൾ കുട്ടികളിലാണെങ്കിലും അഡൽസിലാണെങ്കിലും മരുന്നിന് വ്യക്തമായിട്ടുള്ള സാന്നിധ്യമുണ്ട്. അപ്പോൾ കുട്ടികളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളൊരു 6 വയസ്സ് മുതൽ നമ്മൾക്ക് ഇൻ്റർനാഷണലി ലോകത്തെല്ലായിടത്തും ട്രീറ്റ്മെൻറ്റ് അപ്രൂവ്ഡാണ്. മരുന്ന് കൊടുത്തുകൊണ്ടുള്ള ചികിത്സാ രീതി അപ്രൂവ്ഡാണ്. അപ്പം ശ്രദ്ധ വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ ശ്രദ്ധയെ സംബന്ധിക്കുന്ന ന്യൂറൽ ട്രാക്റ്റുകളുടെ പ്രവർത്തനം കൂട്ടുന്ന രീതിയിലുള്ള മരുന്നുകളും മുന്നേ നമ്മൾ സംസാരിച്ച കെമിക്കൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവലിൽ പ്രവർത്തിക്കുന്ന മരുന്നുകളൊക്കെയാണ് ഇതിൻ്റെ ഔഷധങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 6 വയസ്സ് മുതൽ നമ്മളതിൻ്റെ ഒരു തീവ്രതയൊക്കെ മനസ്സിലാക്കി നമ്മൾ ക്ലിനിക്കൽ, അതായത് നമ്മുടെ സൈക്കോതെറാപ്പി അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറൽ ഇൻ്റർവെൻഷൻസിൽ കാര്യങ്ങൾ നിൽക്കില്ല, അതിനും പുറത്തോട്ടേക്ക് കാര്യത്തിന് തീവ്രതയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അമാന്തം വയ്ക്കാറില്ല. കുട്ടിക്ക് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും വലുതായിട്ടില്ല, അതായത് അവരുടെ ഹാർട്ടിനെ സംബന്ധിക്കുന്നതോ അപസ്മാര രോഗമോ അങ്ങനത്തെ കാര്യമായിട്ടുള്ള മെഡിക്കൽ രോഗങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ ബോധ്യപ്പെട്ടെടുത്തതിന് ശേഷമാണ് അതിൻ്റെ സേഫ്റ്റി എല്ലാം എൻഷുർ ചെയ്തുകൊണ്ടാണ് നമ്മൾ മരുന്ന് കൊടുത്തു തുടങ്ങും. അപ്പോൾ മരുന്ന് കൊടുത്തു തുടങ്ങി നമ്മളതിൻ്റെ പാർശ്വഫലങ്ങൾ എന്തെങ്കിലും നേരിയ പാർശ്വഫലങ്ങളല്ലാതെ വലുതായിട്ടൊന്നും നമുക്ക് കുട്ടികളിൽ കണ്ടുവന്നിട്ടില്ല. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് മരുന്നുകൾ. നല്ല വ്യത്യാസങ്ങൾ അവരുടെ സ്വഭാവ രീതിയിലും പഠന മേഖലയിലും എല്ലാം മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയും നേരത്തെ നമ്മൾ നിയന്ത്രിക്കുന്നുവോ ലക്ഷണങ്ങളെ അത്രയും നല്ല റെസ്പോൺസാണ് കിട്ടുക. ജീവിതം അത്രയും മനോഹരമാകും. മരുന്നുകളെ പേടിക്കരുത്. ഒരുപക്ഷെ നമ്മളൊരു ക്ലാസിക്കൽ ADHD, അതായത് ഈ WHO പറയുന്ന ക്രൈറ്റീരിയ ഉള്ള ഒരു ADHD ഡയഗ്നോസ് ചെയ്താൽ മരുന്നുകൾ അനിവാര്യമായിട്ട് കണക്കാക്കണം. ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. ഈ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാവോ, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണോ, അതുകൊണ്ട് കുട്ടികൾക്ക് സൈഡ് ഇഫക്ട്സ് ഉണ്ടാവുമോ. ഇവൻ നമ്മൾ ADHD എന്ന രോഗം നോക്കുക, ചികിത്സിക്കുന്നില്ലെങ്കിൽ അവർക്കൊരു ഡ്രഗ് അഡിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു. അവർ ജോബിലും ലൈഫിലും ഫെയിലിയർ ആകാനുള്ള സാധ്യത കൂടുന്നു. റിലേഷൻഷിപ്പ് ഭയങ്കര മോശമാകുന്നു. അങ്ങനെ അതായത് ജനറൽ ക്വാളിറ്റി ഓഫ് ക്വാളിറ്റിയും ലൈഫ് സാറ്റിസ്ഫാക്ഷനും അതിഭയങ്കരമായിട്ട് കുറയും. പിന്നെ ഈ ജീവിതശൈലീ രോഗങ്ങൾ കൂടുതലായിട്ടുണ്ടാകാൻ സാധ്യതയാകുന്നു. ഒരുപക്ഷെ പഠനങ്ങൾ പറയുന്നത് അവരുടെ ഒരു ആവറേജ് ജീവിതത്തിൽ നിന്ന് ഒരു 7-8 കൊല്ലം കുറയുമെന്നാണ്, ആവറേജ് കുറയുമെന്നാണ്. അപ്പോൾ നമ്മൾ ആ നഷ്ടങ്ങൾ മരുന്ന് കൊണ്ടുണ്ടായേക്കാവുന്ന സൈഡ് ഇഫക്റ്റുകളുമായിട്ട് നോക്കുമ്പോഴത്തേക്കിനും അങ്ങനെ തുലനം ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും ഏകദേശം മരുന്നുകൾ കഴിക്കുന്നതാണ്. ഇനി നീണ്ടിട്ടാണെങ്കിലും അതൊരു ലൈഫ് ലോങ് മെഡിക്കേഷൻ അല്ല. ഒരു കുട്ടിയിൽ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു ദിവസം നിർത്താം എന്ന കൺസെപ്റ്റോട് കൂടിയാണ്
മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, നിർത്താൻ സാധിക്കുമായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 ട്രയലെങ്കിലും നിർത്താൻ നോക്കും, നോക്കാതിരിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാധ്യതയുള്ളപ്പം ജീവിതത്തിൽ ഇത്രയും നെഗറ്റീവുകൾ ഉണ്ടാക്കാവുന്ന ഉള്ളിടത്ത് എഫക്റ്റീവായിട്ടുള്ള ഒരു മെഡിസിൻ ഉണ്ടാവുമ്പം, അതായത് 100 കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ 70% നല്ല ഗുണമുണ്ടാകും, 10% കുറേ ഗുണങ്ങളുണ്ടാകും. ഒരു 10% മാത്രമേ ഒരു മരുന്നും കൊടുത്താലും വ്യത്യാസമുണ്ടാകാത്ത രീതിയിലുള്ള, അതാണ് ഡ്രഗ് സ്റ്റഡീസ് കാണിക്കുന്നത്. ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവരിൽ നമ്മളൊന്ന് ഉപയോഗിക്കുന്നതിൽ എന്താണ് അപാകത എന്ന് ഡോക്ടർ പറഞ്ഞ പോലെ സൈഡ് ഇഫക്റ്റുകൾ അത്ര കാര്യമായ സൈഡ് ഇഫക്റ്റുകൾ ഇല്ല. വെച്ച് നോക്കുമ്പോൾ മരുന്ന് കൊണ്ടുണ്ടാവുന്ന ഗുണങ്ങൾ വളരെ വലുതാണ് അല്ലേ? ഏത് രോഗത്തിനും അതാണ്. സൈക്യാട്രിയുടെ മരുന്നിനെ കുറിച്ച് അപ്പം ഞാൻ അവരോട് പറയാറുണ്ട്, സൈക്യാട്രി മരുന്ന് കഴിച്ചാൽ സൈഡ് ഇഫക്റ്റ് ഉണ്ടാവും. സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത ഒരു കാര്യം പറയാമോ? ഇതിനകത്തിരുന്നാൽ ഈ കെട്ടിടം ഇടിഞ്ഞ് വീഴാം. അതൊരു സൈഡ് ഇഫക്റ്റാണ്. ആ റിസ്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്താലേ ഈ തണുപ്പ് തിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വെയിലത്ത് പോയിരിക്കണം. അപ്പോൾ അതിൻ്റേതായ സൈഡ് ഇഫക്റ്റ് തുടങ്ങും. അപ്പം ഞാൻ പറയാറുണ്ട്, രോഗലക്ഷണങ്ങൾ മരുന്ന് കഴിക്കാത്തതിൻ്റെ സൈഡ് ഇഫക്റ്റാണ്. അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ മരുന്നുകൾ കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. എല്ലാത്തിലും ഉള്ള ആ റിസ്ക് മാത്രമേ ഈ മരുന്ന് കഴിക്കുന്നതിൽ ഉള്ളൂ. ഈ സൈക്കോ തെറാപ്പി കൊണ്ട് ADHD പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയും എന്ന് ചിലയിടങ്ങളിൽ കണ്ടു. എത്രത്തോളമാണ് അതിൻ്റെ ഈ സൈക്കോ തെറാപ്പിയുടെ ഒരു സ്വാധീനം? ADHD പ്രശ്നങ്ങളുടെ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് എപ്പോഴും അതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ബ്രെയിൻ സ്ട്രക്ചറിനെയും ഫങ്ഷനെയും ഒക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ മെഡിക്കേഷനാണ്, മരുന്നുകളാണ് അതിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ്. ആദ്യം മരുന്നുകൾ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രതിവിധി. അതിൻ്റെ ഒപ്പം മരുന്നുകൾ ആ ബ്രെയിൻ ഫങ്ഷൻസിനെയും ന്യൂറോ കെമിസ്ട്രീനെയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് ഈ പ്രശ്നങ്ങൾ കൊണ്ട് കുറേ സ്കിൽ ഡെഫിസിറ്റ്, നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ട കുറേ കഴിവുകൾ ഡെവലപ്പ് ആകാതെ പോകും. മേ ബി ബന്ധങ്ങളിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുക, സോഷ്യൽ സ്കിൽസ് എന്ന് പറയും നമ്മൾ. സാധാരണ ഒരു സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടുന്ന കുറച്ച് കഴിവുകൾ, അതുപോലെ ഡേ ടു ഡേ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റണം, പ്ലാൻ ചെയ്യാൻ പറ്റണം, അതുപോലെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പല ഏരിയയിലും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു ഓരോ ദിവസവും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സ്കില്ലുകൾ കുറച്ച് കുറവായിട്ട് കാണുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ, ആ സ്കില്ല് കൂട്ടാൻ, അല്ലെങ്കിൽ സ്കില്ല് ട്രെയിൻഡ് ആവാനായിട്ട് സൈക്കോതെറാപ്പി സഹായിക്കും. അത് എത്ര ചെറുപ്പത്തിൽ തുടങ്ങുന്നോ അത്രയും നമ്മൾ അഡാപ്റ്റബിൾ ആണ്. വളരുംതോറും അതിനുള്ള നമ്മൾ എന്താ പറയുക, ഒരു ക്രൈസിസിൽ നിൽക്കുമ്പം നമുക്ക് മാറാൻ പാടാണ്. പക്ഷേ നമ്മളെ പറ്റി ചിന്തിക്കാതെ ഇമോഷണലിലൊന്നും നമ്മൾ ഇൻവോൾവ് അല്ലാതെ വളരെ ഏർലി ഫേസിൽ നിൽക്കുമ്പോൾ നമുക്ക് മാറാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പം ഏർലിയസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ സൈക്കോതെറാപ്പി നേരത്തെ പറഞ്ഞ പോലെ പാരൻസിനെ എത്രത്തോളം ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതിന് പാരൻസിനും ഒരുപാട് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു, കുഞ്ഞിനെ സഹായിക്കാൻ വേണ്ടിയിട്ടും. അത് കുഞ്ഞിനെയും സഹായിക്കുന്നുണ്ട്. അവരുടെ കുഞ്ഞിന് ADHD ഉണ്ടാവുമ്പോൾ പാരൻസിന് ഉണ്ടാവുന്ന കുറേ സഫറിങ്സ് ഉണ്ട്, അതും കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അതിൻ്റെ ഒപ്പം കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് അവനവനെ പറ്റിയിട്ടുള്ള ചിന്തകൾ നെഗറ്റീവായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അത് ആങ്സൈറ്റി തരുന്നു അല്ലേ? ഇങ്ങനെ പോയാൽ ഞാൻ എവിടെ എത്തും എന്നുള്ളൊരു വല്ലാത്ത ആധി. അതുപോലെ തന്നെ ഞാൻ ഒരു എക്സാമിൽ എനിക്ക് ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഫെയിലായി പോവുമോ? കാരണം എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, ഓർ എനിക്ക് കൃത്യമായിട്ട് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വായിച്ചാൽ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എഴുന്നേറ്റ് പോരാൻ തോന്നുന്നു. മിക്ക ആളുകൾ സോൺ ഔട്ടായി പോകുന്ന ഒരു പ്രശ്നം. അതെ. അപ്പം ഇതൊക്കെ നമുക്ക് അയ്യോ എൻ്റെ ഒരു പ്രശ്നം, എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്നുള്ളൊരു തോന്നൽ, അതൊരു കുട്ടികൾ മുതിർന്നു വരുമ്പോഴും വളരുമ്പോഴാണ്, അഡൽട്സിലാണ് അത് കൂടുതലായിട്ടും വരിക. കാരണം അപ്പോഴാണ് നമ്മുടെ ഞാൻ എന്താ എൻ്റെ വേർത്തിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നത്. കുട്ടികളിൽ ആ ചിന്ത പൊതുവെ കുറവാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ എന്ന് വെച്ചാൽ ആ ഒരു നമ്മളെ തന്നെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ, ഞാൻ കൊള്ളൂല, മോശമാണ്, നമ്മളെ തന്നെ നെഗറ്റീവായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ, അവിടെ നല്ല ആരോഗ്യപരമായ ചിന്തകൾ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാമെന്ന് സഹായിക്കാനും
തെറപ്പി ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ ഇത് എന്താണ് ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ ഓരോ കുട്ടിയുടെയും സിംറ്റംസ് എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്, അത് അവരുടെ ലൈഫിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് നോക്കിയിട്ടാണ് ഏതാണ് നമ്മൾ എത്രത്തോളം ഇൻറ്റൻസീവായിട്ടാണ് കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ തീരുമാനിക്കും. ഈ മെഡിസിൻ മാത്രമല്ല ചികിത്സ, സൈക്കോതെറാപ്പി മാത്രമല്ല ചികിത്സ, രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ഇഫക്റ്റ് വരുന്നത്. ഒരു കാര്യം ഒരുപക്ഷെ ഒരു ബുദ്ധിമുട്ടുള്ള എന്താണെന്ന് വെച്ചാൽ മെഡിസിൻ എളുപ്പമാണ് കഴിക്കാൻ. പക്ഷേ സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് ടൈം ഇൻറ്റൻസീവും ലേബർ ഇൻറ്റൻസീവും അവർക്ക് എഫേർട്ട് ഇൻറ്റൻസീവുമാണ്. അതുകൊണ്ട് മാതാപിതാക്കൾക്കൊക്കെ ഒരു ഇതൊന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതിൽ നിന്ന് അവർ കൂടുതലും മെഡിസിനെ ആശ്രയിക്കുന്നു. അത് തെറ്റാണ്. രണ്ടും ഉപയോഗിക്കുന്നതാണ് എപ്പോഴും കുട്ടിക്ക് നല്ലത്. ഇത്രയും നേരം നമ്മൾ ഇവരുടെ പ്രശ്നങ്ങൾ, അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഇവരുടെ ഒപ്പം ജീവിക്കുന്നവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ് ഇവരുടെ ഈ ADHD ഉള്ള ആളുകളുടെ പോസിറ്റീവ് സൈഡ് എന്താണ്? ഒത്തിരിയുണ്ട്. അലീന പറഞ്ഞ പോലെ ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ എനർജി വളരെ ഹൈ എനർജി ഉണ്ട്. രണ്ട്, അവരുടെ ചിന്തകൾ. അവർ ദേ ആർ ക്രിയേറ്റീവ്, ദേ തിങ്ക് ഔട്ട് ഓഫ്, അതായത് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ പഠിപ്പിക്കുന്ന രീതിയിൽ നിന്നും അവർ മാറി ചിന്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അവർ ആക്റ്റീവാണ്. അല്ലാതെ കറക്റ്റ്, അവർ ഫണ്ണാണ്. അവർ ഈ പറയുന്ന ഇതുകൊണ്ട് അവർക്ക് കറേജ് ഉണ്ട്, റിസ്ക് എടുക്കാൻ അവർക്ക് തയ്യാറാണ്. കുട്ടികളിൽ പലർക്കും റിസ്ക് എടുക്കാൻ, അതായത് ഈ നമ്മളീ പറയുന്ന ശാന്ത സ്വഭാവരായ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ നല്ല കുട്ടികൾ നമ്മൾ പറയുന്നത്, അവർ റിസ്ക് എടുക്കത്തില്ല. ഇതൊക്കെ ഒരു ADHD ആളിൽ, അതൊരു അഡൾട്ടാണെങ്കിലും അതൊരു കുട്ടിയാണെങ്കിലും ഇങ്ങനെ ഒത്തിരി പോസിറ്റീവ് കഴിവുകളുണ്ട്. ദേ ആർ ഇൻ്റലിജൻറ്റ്. അപ്പം അതിനിടയ്ക്ക് ഇതെല്ലാം കൂടി ഒന്ന് പറയുന്ന അറ്റൻഷൻ കൺട്രോൾ ഉണ്ടല്ലോ, അതായത് എവിടെ ഏത് സമയത്ത് എന്തുമാത്രം അറ്റൻഷൻ എങ്ങനെ കൊടുക്കണം എന്ന് അതായത് എവിടെയാണ് ഹൈപ്പർ ആക്റ്റീവ് ആകേണ്ടത്, എവിടെയാണ് ക്രിയേറ്റീവ് ആകേണ്ടത്, എവിടെയാണ് എനർജറ്റിക് ആകേണ്ടത്, എവിടെയാണ് ഇൻട്രൂസീവ് ആകേണ്ടത്, എവിടെയാണ് മാറി ചിന്തിക്കേണ്ടത് അവരെ കൊണ്ട് അതെല്ലാം കൂടെ സമന്വയിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാത്ത കൊണ്ടാണ് അതുകൊണ്ടാണ് ഒത്തിരി പേരും ഫ്രസ്ട്രേറ്റഡ് ആകുന്നത്. ദേ ആർ റിയലി ഫ്രസ്ട്രേറ്റഡ് വിത്ത് ദെംസെൽസ്, വിത്ത് ദ വേൾഡ്. മനസ്സിലായി. അവർ നല്ല സഹായികളാണ്. എനിക്കതാണ് മനസ്സിലായത്. എല്ലാവരുടെ കാര്യത്തിലും ഇടപെടും. എല്ലാ കാര്യം അവരവരുടെ സ്വന്തം കാര്യം പോലെ അതെല്ലാം ഏറ്റുപിടിക്കും. എൻ്റെ ആ എനർജിക്കും കുറവൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സാധാരണ ക്ഷീണിച്ചെന്നാലും അവർ മൾട്ടിപ്പിൾ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആ ക്ഷീണമൊന്നും അവർക്ക് ഇല്ലല്ലോ. അവരതുമായിട്ട് അങ്ങ് മുന്നോട്ട് പോകും. അപ്പം ഒത്തിരി സുഹൃത്തുക്കളുണ്ടാവും, ഒത്തിരി സോഷ്യൽ സർക്കിളൊക്കെ വലുതായിരിക്കും. അപ്പം എപ്പോൾ വിളിച്ചാൽ വളരെ വിശ്വസ്തരാണ്, അല്ലെങ്കിൽ വളരെ ഹാപ്പി ജോവിയൽ ആൾക്കാരായതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഇടപെടലുകൾ ഇഷ്ടമാണ്. നമുക്ക് സന്തോഷം തരുന്ന, തമാശ പറയുന്ന ഒരു കമ്പനി നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ADHD ഉള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ എനർജി ലെവലും ജോവിയൽ ക്യാരക്ടറും അതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അവരുടെ പ്രസൻസ് ഇസ് വാല്യൂഡ്. എവിടെ ഇപ്പോൾ ഒരു കല്യാണ വീട്ടിലാണെങ്കിലും അവരെല്ലാത്തിനും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ ഒരു സാമീപ്യം പൊതുവിൽ ഭയങ്കര അക്സെപ്റ്റബിളുമാണ്, അത് എവൈറ്റഡുമാണ്. അപ്പം എല്ലാം മോശം എന്നുള്ള രീതിയിലോട്ട് നമുക്ക് തള്ളാൻ പറ്റില്ല. ഇപ്പോൾ കുട്ടികളെ കൊണ്ടുവന്നാലും പറയും, ഡോക്ടർ എനിക്ക് അടുക്കളയിലൊക്കെ ഒത്തിരി, ഈവൻ ആൺകുട്ടികൾ ഉൾപ്പെടെ അമ്മമാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അടുക്കളയിലൊക്കെ എന്നെ ഒത്തിരി സഹായിക്കും, എൻ്റെ എല്ലാ പണിയും ഒത്തിരി പണിയാവും ഞാൻ പറഞ്ഞ് ഞാൻ ഓടിപ്പോയി ചെയ്യും, പക്ഷെ പഠിക്കാൻ മാത്രം താല്പര്യം. ആ ഇറിറ്റബിലിറ്റി ഇല്ലാത്തിടത്തോളം കാലം, ഈ ഇറിറ്റബിലിറ്റിയും അരിശവും കാണിക്കാത്ത കുട്ടികളുണ്ടല്ലോ, they are generally liked, even the teachers like them. കാര്യം വികൃതിയാ, അവനൊരു വികൃതിയാ, പക്ഷേ ആ പറയുന്നത് മിക്ക ടീച്ചർ ഒരു സ്നേഹത്തോടു കൂടിയാണ്, ഒരു വാത്സല്യത്തോടു കൂടിയാണ് പറയുന്നത് അവനൊരു വികൃതിയാണെന്ന്. അത് മാതാപിതാക്കളാണെങ്കിലും they can be നല്ല ലീഡേഴ്സ് ആകാനും പറ്റും. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഒരു ട്രീറ്റ്മെന്റും കൂടെ എടുക്കുവാണെങ്കിൽ അവർക്ക് അവർ വിചാരിക്കുന്നതിനേക്കാൾ ഉയരത്തിലെത്താൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളത്
തീർച്ചയായിട്ടും ചികിത്സ. ഞാൻ പറഞ്ഞ കുട്ടിയുണ്ടല്ലോ, മാത്സിന് തോറ്റ കുട്ടി, അതെ. സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ക്ലാസ് അതായത് സ്കൂളിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞപ്പോഴാണ് ഫാദർ കൊണ്ടുവരുന്നത്. അവൻ തന്നെ ആ സ്കൂളിൽ തന്നെ അവൻ മാത്സിന് ടോപ്പായിട്ട് ഈ ലാസ്റ്റ് ടൈം എന്നെ കണ്ടപ്പം ചിലപ്പോൾ ലീഡറായിട്ട് ഇലക്ട് ആയേക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി പോയത്. അതെ, അല്ല, ഞാൻ മരുന്ന് നിർത്തി അപ്പോഴത്തേക്കിനും. പേരൻസിനും എന്തൊരു സന്തോഷം. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഡോക്ടേഴ്സ് എന്ന നിലയിൽ നിങ്ങൾക്കും അല്ലേ ഓരോ കുട്ടികളും ഇങ്ങനെ അവരുടെ ലൈഫ് തേടി പോകുമ്പം വളരെ സന്തോഷം ഉണ്ടാവില്ല നമ്മൾ ട്രീറ്റ്മെൻറ്റോടെ. നമ്മുടെ റിട്ടേൺസ് ഭയങ്കരം. ടീച്ചർ എന്ന് പറയുമ്പം ഒരുപക്ഷെ മാതാപിതാക്കൾക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ടീച്ചർ പറയുമ്പം അംഗീകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ കാണുന്ന പോഡ്കാസ്റ്റ് കാണുന്നവരോട് ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ഒരു ടീച്ചറോ ആരെങ്കിലും ഒന്ന് പറയുവാണെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അടുക്കലൊന്ന് കൊണ്ടുപോയിട്ട് ഒരു അഭിപ്രായം തേടുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അദ്ദേഹമെങ്കിൽ മറ്റൊരാളുടെ അടുക്ക് കൂടെ പോവുക, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടെ എടുക്കുക. രണ്ടുപേരും ഒരേ അഭിപ്രായം പറയുന്നെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നെങ്കിലും കുട്ടിയോട് ചെയ്യുന്ന നീതിയാണ്. അതെ അതെ, കറക്റ്റ്. കുട്ടിയുടെ ഭാവിയോടും അവരൊരു പ്രായം എത്തുന്നവരെ അവർക്ക് അവരുടെ തീരുമാനങ്ങൾ തീരുമാനങ്ങളില്ല. എടുക്കാൻ പറ്റുകയില്ല. അപ്പം നമ്മുടെ ഏറ്റവും വെൽവിഷർ എന്ന് കുട്ടി വിശ്വസിക്കുന്നതും പേരൻസ് ആണ്. അവര് നമ്മളോട് ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ Parents ആരാണ് വേണം നമുക്ക് അവർക്ക് വേണ്ടി അത് ആക്സസ് ചെയ്യുന്നത്? ഉണ്ടാക്കി കൊടുക്കുക. അപ്പം നമ്മുടെ പേടികൾ കുട്ടികൾക്ക് ആവശ്യമായ സഹായം കിട്ടാതിരിക്കാനുള്ള ഒരു കാരണമായി മാറരുത്. ADHD ഉള്ള ആളുകൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കരിയറുകൾ അവരെങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ അവർക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ? ഞാൻ പറഞ്ഞ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. അത് വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കുറേ കിട്ടും. ഈ ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന അവരെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല 9 to 5 ജോബ് എന്നുള്ളത്. ഫ്ലെക്സിബിൾ ആയിരിക്കണം, ഫ്ലെക്സിബിൾ ആകാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം. മെറ്റിക്കുലസ്നെസ് വളരെ അത്യാവശ്യമില്ലാത്ത ഒരു കാര്യമായിരിക്കണം. സോ ക്രിയേറ്റീവ് ഫീൽഡ്സ് ഉണ്ടല്ലോ, ക്രിയേറ്റീവ് ഫീൽഡ്സ് അതായിരിക്കും അവർക്ക് ഒരുപക്ഷെ ഏറ്റവും നല്ലത്. അവർക്ക് ഏറ്റവും നല്ലത് ആ ക്രിയേറ്റീവ് ഫീൽഡ്, ഈ അഡ്വർടൈസ്മെൻറ്റ്, ഫിലിം, കണ്ടൻറ് ക്രിയേഷൻ, റൈറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് കൂടുതലായിട്ടുള്ള സം എമൗണ്ട് ഓഫ് ഇന്നോവേഷൻ വേണ്ട, സം എമൗണ്ട് ഓഫ് ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് വേണ്ട കാര്യങ്ങളായിരിക്കും. അത് അവർക്ക് റിവാർഡും കൊണ്ടുവരും. അതേസമയം നമ്മൾ ഈ പറയുന്ന പോലെ ഒരുപക്ഷെ ഡോക്ടർ, ബാങ്കർ, ജഡ്ജ്, ലോയർ എന്നൊക്കെ പറയുന്ന മെയിൻറ്റെയിൻ ചെയ്യേണ്ട, മെറ്റിക്കുലസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് അവർ ചിലപ്പം ഫെയിലറായി പോകും. അപ്പോൾ അവർ വിചാരിക്കും അങ്ങനെ ഒരു തെറ്റായ ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവർ ഒരു തോൽവിയാണെന്ന് അവർക്ക് സ്വയം തോന്നുകയും ചെയ്യും. അവർ തോൽക്കേണ്ട കാര്യമില്ല. ആക്ച്വലി ഇത് കറക്റ്റ് ഫീൽഡ് കിട്ടുവാണെങ്കിൽ ദേ വിൽ ബി വിന്നേഴ്സ്. ഒരു പുതുമ പോകുന്നതിനെക്കാട്ടിലും വലിയ വിന്നേഴ്സ്. അതെ, ഒരു പുതുമ നഷ്ടപ്പെടാത്ത അവനവൻ്റെ ചിന്തകൾക്കും ഐഡിയാസിനും എപ്പോഴും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫീൽഡാണെങ്കിൽ, ഒരു നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യേണ്ട ഒരു ഫീൽഡാണെങ്കിൽ അവർ എക്സൽ ചെയ്യും അതിൽ. അതേസമയത്ത് എപ്പോഴും ഈ ഡെഫിസിറ്റ് ഏരിയ ഇരുന്ന് ശ്രദ്ധിച്ച് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എപ്പോഴും മിസ്റ്റേക്സ് വരുന്ന സമയത്ത് ഞാൻ അത്ര പോരാന്നുള്ളൊരു തോന്നലായിരിക്കും അവർക്ക് ത്രൂ ഔട്ട് ആ വർക്ക് ലൈഫിൽ വരുന്നുണ്ടാവുക. അതൊരു സൈക്കിള് പോലെയാ. നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, പറ്റാത്തത് തന്നെ പിന്നെയും ചെയ്യേണ്ടി വരുന്നു. അതിനെ ചുറ്റിപ്പറ്റി തന്നെ കമൻസ് കേൾക്കുന്നു, ഫീഡ്ബാക്കുകളെല്ലാം നെഗറ്റീവാണ്. അപ്പോൾ പിന്നെയും ഇരിക്കുമ്പോൾ ആൻസൈറ്റി വരും, ശ്രദ്ധ കുറയും. സോ ഇറ്റ്സ് എ സൈക്കിൾ. വീണ്ടും തെറ്റുകൾ പറ്റാനുള്ള റിപ്പറ്റേറ്റീവ് ജോബ്സ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ADHD ഉണ്ടെന്ന്? അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ADHD ഉണ്ടെന്ന്? അങ്ങനെ ഒരു സംശയം തോന്നിയാൽ ഉറപ്പായും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക. എന്നിട്ട് അവർ നിർദ്ദേശിക്കുന്ന പ്രകാരം മരുന്ന് കഴിക്കുക. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നല്ല കാര്യം അതായിരിക്കും. അത് ഡയഗ്നോസ് ചെയ്യേണ്ടതും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതും അനിവാര്യമാണ്. അത് മറക്കാതിരിക്കുക.